നമ്മൾ ഈ സൈറ്റ് ഉള്ളത് ചെറിയൊരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ വരുമ്പോൾ ജസ്റ്റ് ഇതൊരു റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു ടോപ്പ് പോർഷനിലാണ് നമുക്ക് വീട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു ആംബിയൻസും ഈ ഒരു തോട്ടമൊക്കെ കണ്ടപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കോട്ടേജ് സ്റ്റൈലിലോട്ട് പോവുകയാണെങ്കിൽ അതൊന്നുകൂടി ഇവിടെ വർക്കൗട്ട് ആകും എന്നുള്ള ആ ഒരു ഐഡിയയിലോട്ട് വന്നു. നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് കോട്ടേജ് സ്റ്റൈലിൻ്റെ ഒരു പ്രധാന എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു കരിങ്കല്ലിൻ്റെ ഒക്കെ ആ ഒരു റോഫീല്, അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസിൽ വരുന്ന ജോർജിയൻ ബാർസ്, അതേപോലെ തന്നെ റൂഫിൽ വരുന്ന ആ ഒരു സ്ലോപ്പ്, അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ലാൻഡ്സ്കേപ്പിലാണെങ്കിലും ഹാൻഡ് റെയിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന കാസ്റ്റ് അയണിൻ്റെ പാറ്റേൺ, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ മറ്റ് എലമെൻറ്റ്സൊക്കെ എല്ലാം ഇതിനോട് കണക്റ്റഡ് ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സൈറ്റ് ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ സ്റ്റോറി വീട് മതി എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് ഇംഗ്ലീഷ് കൺട്രി സൈഡിലുള്ള പാല വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒന്നാമത് യൂസ് ചെയ്യാൻ കാരണം തന്നെ ഈ ഒരു സ്റ്റൈലിനായിട്ട് റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊജക്റ്റിന് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് പറഞ്ഞത് ഈ ഒരു കിച്ചണും ഡൈനിങ്ങും തമ്മിലുള്ളൊരു കണക്ടിവിറ്റിയാണ്. ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഫാമിലി ഗ്യാദർ ചെയ്യുന്ന ഒരു സ്പേസിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചണും ഡൈനിങ്ങും കണക്ട് ചെയ്ത് ഫോയർ സ്പേസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീട് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഫസ്റ്റ് കാണുന്നത് ഒരു കിച്ചൻ്റെ ഒരു പോർഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ പോർഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ഡൈനിങ് ഡെക്ക് സ്പേസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ കാർ പോർച്ച്, അതേപോലെ ഫസ്റ്റ് ഫ്ലോറത്തെ ബെഡ്റൂമാണ് വരുന്നത്. അതിൽ കിച്ചൻ്റെ പൊസിഷൻ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ കൊടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് നമ്മളെ ക്ലയൻറ്റിൻ്റെ ബ്രദറിൻ്റെ വീട് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കണക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിസിബിലിറ്റി കിട്ടണം എന്നുള്ളൊരു ആവശ്യപ്രകാരമാണ് നമ്മൾ കിച്ചണ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തുള്ളത്. അപ്പോൾ അതൊരിക്കലും ഒരു കിച്ചണാന്ന് അറിയാത്ത രീതിയിലാണ് നമ്മൾ അവിടേക്കുള്ള വിൻഡോസ് ആണെങ്കിലും അതിൻ്റെ റൂഫിംഗ് ആണെങ്കിലും ഒക്കെ കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു സ്റ്റൈലിൽ വരുന്നത് നമ്മൾ ഈ ഒരു ഗാംബ്ലിംഗ് റൂഫിംഗ് ഒക്കെയാണ്. ഇതിൻ്റെ നമ്മൾ കിച്ചൻ്റെ സൈഡ് വരികയാണെങ്കിലൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷ് കൊളോണിയൽ വീടുകളിലൊക്കെ നോർമലായിട്ട് കാണാം. അവിടെ നമ്മുടെ തണുപ്പിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഫയർ പ്ലേസ് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു എലമെൻ്റാണ് നമ്മളിവിടെ കിച്ചണിൽ നമ്മളുടെ ആ ഒരു ചിമ്മിനിയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് കോട്ടേജ് സൈറ്റിന് റിസംബിൾ ചെയ്തിട്ടുള്ളതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഭാഗം ഇവിടെ ഫാമിലി ലിവിങ് റൂമിൽ TV പോർഷൻ വെച്ചിട്ടുള്ളൊരു ഭാഗം ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണാൻ പറ്റും. ഫയർ പ്ലേസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഓപ്പണിങ്സ് എല്ലാതും നമ്മൾ ലാർജ് ഓപ്പണിങ്സ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിംഗിൾ സ്റ്റോറിയിൽ 4 ബെഡ്റൂമും എല്ലാം ഡ്രസ്സിംഗ് റൂം പ്ലസ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂം, അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു കോമൺ ആയിട്ടുള്ള ഹാള്, അതേപോലെ അതിലോട്ട് കണക്ട് ചെയ്തിട്ട് 2 കോർട്ട്യാർഡ്സ്, പിന്നെ അതുപോലെ തന്നെ കിച്ചണ്, വർക്ക് ഏരിയ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓരോ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിൽ ഒരു 4ാമത്തെ ബെഡ്റൂം നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളെ കാർ പോർച്ചിൻ്റെ ജസ്റ്റ് മേലായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ സൈറ്റ് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാർ പോർച്ച് ഒരു 6 ഫീറ്റ് നമ്മളൊന്ന് പ്ലിന്ത് ലെവലിൽ നിന്ന് താഴ്ത്തിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറത്തെ ആ ഒരു ബെഡ്റൂം ജസ്റ്റ് ഒരു 7 to 8 സ്റ്റെപ്പ് കയറിയാൽ തന്നെ നമ്മൾ ആ ഒരു ബെഡ്റൂമിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കയറുന്ന ആ ഒരു ഫീലും ഇല്ല, ഒരു മെസനൈൻ ഫ്ലോർ പോലെയാണ് ആ ഒരു റൂം ശരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു 6 or 7 സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ആ റൂമിലെത്തുമ്പോൾ ആ റൂമിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാൽക്കണിയുടെ വ്യൂ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആണ്. സാധാരണ നമ്മളൊരു 3.3 മീറ്റർ ഹൈറ്റിലൊക്കെ ഉണ്ടാകുന്ന ബെഡ്റൂമുകളിൽ നിന്ന് ബാൽക്കണി കാണുന്ന ഒരു വ്യൂ അല്ല. നമ്മൾ ജസ്റ്റ് ഒരു 4 ഫീറ്റ് അതല്ലെങ്കിൽ 4.5 ഫീറ്റ് ഹൈറ്റ് വരുന്നൊരു ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന വ്യൂ, അത് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബെഡ്റൂമിലൊരു ക്യാൻഡിലീവർ ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് മൊത്തത്തിലുള്ള ഈ ഒരു സൈറ്റിന് നോക്കുമ്പോൾ ആ ഒരു ബെഡ്റൂം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇന്റീരിയറിൽ യൂസ് ചെയ്തിട്ടുള്ള കളർ പാല് ഇംഗ്ലീഷ് കോട്ടേജ് സൈഡിലുള്ള കളർ പാലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ന്യൂട്രൽ കളറാണ് നമ്മളെല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈവൻ ഫാബ്രിക് ആയിക്കോട്ടെ, ലാമിനേഷൻ ആയിക്കോട്ടെ, ആ ഒരു സ്റ്റൈൽ റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബോൺവില്ലയുടെ ഫസ്റ്റ് ഇതിൻ്റെ 3D നമുക്ക് തന്നിരുന്നു. അത് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടു. അത് പ്രകാരം തന്നെയാണ് വർക്ക് കഴിഞ്ഞപ്പോഴും സെയിം അതേപോലെ തന്നെ യാതൊരു മാറ്റം വരാതെ അതേ ഫിനിഷിങ്ങിൽ നമുക്ക് വീട് പണി കഴിഞ്ഞപ്പോഴും ക്ലിയർ ആയിട്ട് കിട്ടിയത്. വീടിൻ്റെ പ്ലാനും അതിൻ്റെ മറ്റു വർക്കുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്നു ആദ്യം. അപ്പോൾ നമ്മളും വിചാരിച്ചു ഇത് എങ്ങനെ ഇവിടെ അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ മറ്റവർക്കൊന്നും അത് അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വർക്ക് തുടങ്ങിയപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓരോരോ ഭാഗങ്ങൾ വർക്ക് ചെയ്തു പോയി. അത് ഫിനിഷിംഗ് ആയിട്ട് വന്നു പോയത്. ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റിൻ്റെ അവിടെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. അവിടുന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്.